നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയ മെൽബണിൽ മലയാളി നടത്തുന്ന ഒരു അടിപൊളി ഫർണിച്ചർ കടയിലാണ്. എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പോയി കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ ജിൽസ്, എന്നാണ് വിശേഷമൊക്കെ? വെൽക്കം ടു ട്രിൻട്രി ഫർണിച്ചർ. സജിയാണ്, ഇത് ഉഷസ്. അപ്പം നമ്മുടെ ഫർണിച്ചർ ഷോപ്പൊക്കെ നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ജിൽസ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണാനുള്ളത് അടിപൊളി ഡിസ്പ്ലേ ആണ്. നമ്മുടെ വീടൊക്കെ പണിതതിന് ശേഷം വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല സോളിഡ് സാധനം, അതായത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമല്ല, ഇതെല്ലാം സോളിഡ് ബിൽഡല്ലേ? അതെ, എല്ലാം ടീക്ക്വുഡിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ നല്ലൊരു കാളക്കൂറ്റിനെ ഇവിടെ ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും ഒരു കാളക്കൂറ്റിനെ മേടിച്ച് വീട്ടിൽ വെച്ച് അത് എന്താ പറയുന്നത്, ആ വീടിൻ്റെ ഒരു ഗാംഭീര്യം കൂട്ടണം താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനത്തെ ഒരു സൂപ്പർ ക്ലോക്ക് ഉണ്ട്, അതും ടീക്ക്വുഡിൽ തന്നെ പണിതിരിക്കുന്നതാണ്. അതെ അതെ അല്ലേ? അതിന് ഏകദേശം $1700 അതല്ല, ഇതിൻ്റെ വേറെ കളർ കിട്ടുമോ? ഈ കളർ തന്നെയാണോ ഉള്ളത്? ഇതിന് ഡാർക്ക് കളർ ചെയ്യാം, ഈ കളർ ചെയ്യാം. രണ്ട് ഷെയ്ഡാണ് സാധാരണ നാച്ചുറൽ വുഡിൽ കൊടുക്കും. പിന്നെ സൈഡിൽ ഫ്ലവർ വെക്കാനായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനത്തെ എന്ത് സാധനങ്ങൾ തന്നെയുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കണ്ട മറ്റൊരു സാധനമാണ്, സാധാരണ നമ്മൾ കാണുന്നത് ചുവന്ന പരവതാനിയാണ്. ഇത് നല്ല ബ്ലൂ കളറുള്ള പരവതാനി. എന്താ അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് കാണാനുള്ളതാണ് ബെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിലും ഉണ്ട്, അതേപോലെ തന്നെ ബെഡും ഉണ്ട്. അപ്പം ഈ കട്ടിലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കട്ടിലൊക്കെ ടീക്ക്വുഡിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഇത് നെറ്റ് പോകുന്നു, എന്നിട്ട് സൗണ്ട് വരുന്നു. ഇതൊക്കെ സോളിഡ് ടീക്ക്വുഡിലുള്ള നല്ല സോളിഡായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അവിടെ കിടക്കും അവിടെ ആണല്ലേ. നമ്മൾ പൈസ മുടക്കുന്നതിൻ്റെ വർത്തുണ്ടാവും. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് 2 ബെഡ് സൈഡ് ടേബിള് എല്ലാം ഉണ്ടാവും. അതിനോട് ചേർന്നിട്ട് തന്നെ 2 ബെഡ് സൈഡ് ടേബിള്, ബെഡ് ഫ്രെയിം എല്ലാം കൂടെ നമ്മളിപ്പം 2350 നമ്മൾ ഈ മോഡൽ കൊടുക്കുന്നത്. ആ മോഡൽ 2800 ആണ്. ബോട്ടിൻ്റെ ഒരു മോഡലാണ്, ഹോഴ്സിൻ്റെ ഒരു ഡിസ്പ്ലേ, അത് കാർവിംഗ് ഉണ്ട്. ഓ, ഇതൊരു വലിയ സംഭവമാണോ? ഇതൊരു ഷിപ്പ് ആണോ? ഇത് വാസ്കോ ഡി ഗാമ വന്ന ഷിപ്പാണ്. അതെ, ഒരു വാസ്കോ ഡി ഗാമ. ഇത് നാച്ചുറൽ ടീക്ക്വുഡിൽ തന്നെ അറൗണ്ട് ഒരു 15 kg ഉണ്ടത്. ഇത്രയും സോളിഡ് വുഡാൽ തന്നെ ചെയ്തിരിക്കുന്നത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത്. അതിന് നമ്മളിപ്പോൾ $800 ആണ് ഇതിന് ഒരു ഇതുള്ളത്. അത് വളരെ ഭംഗിയായിട്ടും നല്ല സോളിഡ് സാധനമാണ്. ഇതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് വീട്ടിൽ മേടിച്ച് വെച്ചാൽ മുതലാണ്. ഇന്നല്ലെങ്കിൽ ഒരു 1000 കൊല്ലം കഴിഞ്ഞാലും അവിടെ സാധനം ഇരുന്നോളൂ. ഇതും നാട്ടിൽ നിന്ന് തന്നെ ഉള്ളതാണോ ഈ കട്ടിൽ? ഇതൊക്കെ ഇന്തോനേഷ്യ എന്നുള്ള കുറേ ഫർണിച്ചർ എൻ്റെ കസിൻസാണ്. അപ്പം നാട്ടിൽ നിന്നും നമുക്ക് വുഡിലുള്ള ഐറ്റംസ് വരുന്നുണ്ട്, ഇന്തോനേഷ്യ നിന്നും വരുന്നുണ്ട്. ഓക്കെ. അതല്ലാതെ ഇതിനൊക്കെ പല സൈസുള്ളത് കിട്ടുമോ? ഇത് നമുക്ക് കിങ് 2 സൈസാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ കസ്റ്റം ചെയ്യണമെങ്കിൽ നമ്മൾ ഡബിള് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ കൂടുതലും മൂവ് ചെയ്യുന്നത് കിങ് ആ 2 സൈസായിരിക്കും. ഇതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട്, ഒരു സിമ്പിൾ ഡിസൈൻ തൊട്ടിട്ട് അങ്ങനെ. പിന്നെ ഈ ഫാബ്രിക്കൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണമെങ്കിൽ, ടൈമുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ, വീട് പണിയുന്നതിന് ആ സമയത്ത് തന്നെയൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു 3 months ടൈം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ അവരുടെ കളർ തീം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കാം. ഇത് നമ്മുടെ ഫെലിസ് നമ്മുടെ അജീഷിൻ്റെ ഇതാണ്. പിന്നെ നമ്മുടെ തന്നെ കുറച്ചുകൂടെ അജീഷിൻ്റെ കുറച്ചുകൂടെ ഹൈ എൻഡ് ആണ്. നമുക്ക് കുറേ മോഡൽസ് ഉണ്ട്. നമുക്കിവിടെ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് എല്ലാ മോഡൽസും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്ത ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ഡിസൈൻസ് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, trinityfurniture.com.au ആണല്ലേ. ഇത് ടീക്ക്വുഡാണ്. ടീക്ക്വുഡും റോസ് വുഡും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നു. വളരെ ഭംഗിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ വീടുകളൊക്കെ പണിയുന്നത് നല്ല ഭംഗിയായിട്ടും നല്ല മുഴുത്ത വീടുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലേക്ക് ഇവർ ഇതേപോലത്തെ ഒരു കട്ടിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വേറെ ഡെക്കറേഷനായിട്ട് ഒരു സാധനവും വേണ്ട. ഇലക്ട്രിക് ബെഡാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഫുള്ളി ഇലക്ട്രിക്കാണ്. ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാം, സോഫയായിട്ട്. ഇതിനൊരു ഫോൺ ഹോൾഡർ ഉണ്ട്. അതേപോലെ 3 USB ചാർജിങ് പോർട്ട് ഉണ്ട് ആ സൈഡിൽ. അപ്പോൾ ന്യൂജൻ നമ്മുടെ പിള്ളേർ ആ ഒരു ഏജിലുള്ളവർക്കും എല്ലാവർക്കും വിസിറ്റിംഗ് റൂം അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് സോഫയായിട്ടും ബെഡായിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ ഇത് പക്ഷേ ഇലക്ട്രിക് അല്ല, മാനുവലായിട്ട് ബെഡാക്കാം. അതെ, ഇതൊരു പ്രീമിയം ഒരു തിയേറ്റർ റൂമിനൊക്കെ പറ്റുന്ന ഒരു സോഫയാണ്. ഇതിന് മസാജിങ് ഓപ്ഷൻ ഉണ്ട്.
അത് മസാജിങ് തന്നെ ഒരു 4 ഡിഫറെൻറ്റ് മോഡിലുള്ള മസാജിങ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ LED ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ കൂളിംഗ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡ്രിങ്ക് കൂൾ ചെയ്യാം. ഇരുന്ന് കാണിക്കാൻ പറ്റുമോ? അതെ, ഇത് മസാജിങ് മോഡാണ്. അപ്പം ഫുള്ള് ഈ സീറ്റിങ്ങും ബാക്കും മസാജിങ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് 4-5 മോഡ്സ്, നമുക്ക് ഡിഫറെൻറ്റ് മോഡുകൾ സെലക്ട് ചെയ്യാം. പിന്നെ ഇത് ലൈറ്റിങ്ങിൻ്റെ ഓപ്ഷനാണ്, ടച്ച് പാഡാണ്. പിന്നെ ഇത് കൂളിംഗ് ആണ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് കൂൾ ചെയ്യാം നമുക്ക്. പിന്നെ ഫുള്ള് ഇലക്ട്രിക് ടച്ച് പാഡിലുള്ള ഇലക്ട്രിക് റിക്ലൈനേഴ്സാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ തിയേറ്ററിലൊക്കെ ഒരു ബെഡ് പോലെ നമുക്ക് അത്രയും ഇതിപ്പോൾ ഫുള്ള് ടച്ച് പാഡിൽ തന്നെ. പ്യുവർ ലെതർ തന്നെയാണ്. ഇത് ലെതറാണ്. ഇത് 6 USB പോർട്ടുണ്ട്. ഓരോന്നിടത്ത് 3 എണ്ണം ഉണ്ട്. 3 അഡീഷണൽ USB പോർട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇതിന് പല കളേഴ്സ് ഉണ്ടോ? അതോ ഇതിന് കളർ വെറൈറ്റി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ കസ്റ്റമറുടെ ഇതനുസരിച്ച് നമുക്ക് കളറ് സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഡെക്കറേഷനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്ന കാണാം. അതെന്താണ് സംഭവം? 3D വാൾ ഡെക്കറിൻ്റെ കളക്ഷൻസ് ഉണ്ട് നമുക്ക്. 3D വാൾ ഡെക്കർ ഇതൊക്കെ നമ്മൾ സപ്ലൈ ഉള്ളതാണ്. അതേപോലെ ക്ലാഡിങ്, പിന്നെ മാർബിൾ ഷീറ്റുകൾ ഉണ്ട്. ഈ വോളിൽ നമ്മൾ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നതെല്ലാം മാർബിൾ UV മാർബിൾ ഷീറ്റാണ്. 3 mil തിക്നെസ് ഉള്ള മാർബിൾ ഷീറ്റാണ്. ഇത് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് നമ്മുടെ ബാത്റൂമുകൾ. ഇപ്പം പഴയ ബാത്റൂമൊക്കെ ആണെങ്കിൽ നല്ല പുതിയതുപോലെ ആകും. ഇത് പണി എളുപ്പമാണ്. ഒരു ഷീറ്റ് ഏതാണ്ട് 2.4 മീറ്റർ ലെങ്ത്, 1.2 മീറ്റർ ഹൈറ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഴയ നമ്മുടെ ബാത്റൂമുകളൊക്കെ നല്ല പുതിയതുപോലെ ഇരിക്കുമല്ലേ. പിന്നെ വിസിറ്റിംഗ് റൂം, TV റൂമുകളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ വാൾ ഡെക്കറിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് നമുക്ക്. ഇത് വളരെ നല്ല ഉപകാരം കേട്ടോ. നമ്മളിവിടെ അന്വേഷിച്ച് നടക്കുക എവിടെയാണ് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ കിട്ടുക എന്നുള്ളത്. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. ആനയുടെ നല്ല അടിപൊളി സാധനമുണ്ട് കേട്ടോ. ആനയുണ്ട്. ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇവിടെ ഒന്ന് മേടിക്കണമെന്ന് വെച്ചാൽ മേടിക്കാം. അതേപോലെ തന്നെ പേനായ ഒക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള സംഭവങ്ങൾ, ചെറിയ കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ, ഉപ്പൊക്കെ ഇട്ട് വെക്കാനുള്ള സാധനങ്ങൾ. ജ്വല്ലറി ബോക്സ് ഇതാണ് പെണ്ണാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഉഷസ് എടുത്ത് കാണിക്കുന്നുണ്ട്. അറിയാലോ, നിങ്ങൾ മേടിച്ചുകൊണ്ട് വരിക. ജ്വല്ലറി മാത്രം കൊണ്ടുവന്നാൽ പോലെ സേഫായിട്ട് വെക്കണം, ഭംഗിയായിട്ട് വെക്കണമല്ലോ അല്ലേ. ചെറിയ മിററൊക്കെ കുറച്ചുകൂടെ പിന്നെ ഇതുകൂടെ കണ്ടു കേട്ടോ. ബൈബിള്, അതേപോലെ ബൈബിൾ മാത്രമല്ല, ബൈബിള്, ഖുറാന്, അതേപോലത്തെ എന്താ പറയുക ഭഗവത്ഗീത, എന്ത് വേണമെങ്കിലും സ്റ്റാൻഡ് കേട്ടോ. ഇതെന്ത് സാധനമാണ്? ഇത് ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. അത് വുഡിന്റെ തന്നെ ഒറിജിനൽ വുഡ് തന്നെയാ. വുഡിന്റെ ആ ഔട്ടർ ഇത് എടുത്തിട്ട് എന്നിട്ട് അതിനെ എപ്പോക്സി ലാമിനേറ്റ് കൊടുത്തിരിക്കും. ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഇതെല്ലാം ഒറിജിനൽ സാധനങ്ങളാണ്. അതുകൊണ്ട് ഇത്തിരി വില ഉണ്ട് അല്ലേ. അതെ, വുഡിന്റെ ഐറ്റംസ് വരുമ്പോൾ നമുക്ക് അഫോർഡബിൾ. ഇതെന്താ സംഭവം? ഇത് റിവോൾവിങ് ഹൈ ചെയറുകളാണ്. റിവോൾവിങ് ഇതിന്റെ കളർ വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതെല്ലാം സോളിഡ് വുഡാണ്. അല്ലാതെ ലാമിനേറ്റ് ഇവിടെയൊക്കെ കൂടുതലും നമുക്ക് ലാമിനേറ്റ് ഒട്ടിച്ചിട്ടാണ് വരിക. ഇതൊക്കെ സോളിഡ് വുഡ് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു സിമ്പിൾ സ്വിംഗ് ആണ്. ആട്ടുകട്ടിൽ എന്ന് പറയും. അതെ, ഇതിന്റെ നല്ല വർക്കുള്ള മോഡലുകൾ നമ്മുടെ അടുത്തുണ്ട്. കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു 4,000, 4,500 ആ റേഞ്ചിലൊക്കെ വരുന്ന കുറെ കാർവിങ്സ്, നല്ലോണം കാർവിങ്സ് എല്ലാം ഉള്ള അങ്ങനത്തെ മോഡലുകളും ഉണ്ട്. പിന്നെ ലൈറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ലൈറ്റുകൾ നമുക്ക് കുറേ വെറൈറ്റി സ്റ്റാൻഡേർഡ്സ് അങ്ങനത്തെ കുറേ, അത് ഒരു അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാം. ഒരു 700 to 500 ആ റേഞ്ചൊക്കെ, 450. പിന്നെ ഇത് ഹാൾവേയിലൊക്കെ നല്ല ഒരു ഐറ്റമാണ്. ഇതിന് $700 ആണ്. തേക്കിൻ്റെ തന്നെയാണ്. എല്ലാം സോളിഡ് ഒറിജിനൽ സാധനങ്ങൾ, തേക്കിലുള്ള സാധനങ്ങളാണ്. ഇതൊരു ഫ്ലോർ സ്റ്റാൻഡൊക്കെ വെച്ച് ഹാൾവേയിലേക്ക് തന്നെ ആയിരുന്നു. ഇത് വുഡൻ ചെസ് ബോർഡ്. പിന്നെ ഈ ബെഞ്ച് ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഒരു ബെഞ്ചും ആക്കാം, ടേബിളും ആക്കാം. ഇതിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അത് ഒരു ടേബിളായി. അതിനെ ഈസി ആയിട്ട്
അതേപോലെ തന്നെ ഇത് ചെറിയ റൗണ്ട് നമുക്ക് ഡൈനിങ് ടേബിളാണ്. അതെ, അത് സ്ഥലം നമുക്ക് ഒത്തിരി സേവ് ചെയ്യാം. ചെറിയ സ്ഥലം കുറവുള്ള ഏരിയകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ റൗണ്ടിലുള്ള ഡിസൈനും ഉണ്ട്, സ്ക്വയറിലുള്ള ഡിസൈനുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം നമുക്കൊത്തിരി അങ്ങ് വളരെ സ്പേസ് സേവ് ചെയ്യാൻ പറ്റുന്ന കുറേ മോഡലുകളാണ്. അതിൻ്റെ പ്രൈസും നമുക്കൊരു റീസണബിൾ പ്രൈസേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഇതൊരു സ്റ്റെപ്പ് കണ്ടേ, ഇതൊരു നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ പാൻട്രിയിലോ അവിടെയൊക്കെ ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ചെയറാണ്, പക്ഷേ ഇതുണ്ട് ചെയറായിട്ടും കിടക്കും. ഓക്കെ. പക്ഷേ ഇപ്പം പാൻട്രിയിൽ നമുക്ക് പെട്ടെന്നൊരു സാധനം എടുക്കാനാണ് ഹൈറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റെപ്പ് ടൂൾ എടുക്കാനോ ഒന്നും പോകണ്ട. എന്നിട്ട് മറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതായിട്ട് നമുക്ക് കയറി സുഖമായിട്ട് നിൽക്കാം, അത്യാവശ്യം സാധനങ്ങൾ എടുക്കാം. ഇത് സ്റ്റഡി ടേബിളാണ്. ഇത് വളരെ ഇത്രയേ ഉള്ളൂ, നമുക്ക് മടക്കി വെക്കാം. പക്ഷേ വളരെ സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇത് വെച്ച് കഴിഞ്ഞാൽ ടേബിളായിട്ട് വരും. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഡ്രോയാണ്. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഫയൽ ക്യാബിനറ്റ് ഉണ്ട്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെയർ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം വളരെ ഇതായിട്ട് പിള്ളേർക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം അധികം പോകില്ല. സോളിഡ് വുഡാണ്, ഒറിജിനൽ തന്നെയാണ്. ഒരു തേക്കല്ലേ ഇതൊക്കെ? അതെ അതെ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് പുതിയതുപോലെ തന്നെ. അതാണ് ഒറിജിനൽ മരത്തിൻ്റെ നമ്മുടെ നാട്ടിലുള്ള ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. അവിടെ വീണ്ടും ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇതെന്താണ് സംഭവം? ഇത് നമുക്ക് കാർവിങ്സ്, ലാസ്റ്റ് സപ്പർ ഉണ്ട്. ലാസ്റ്റ് സപ്പർ വളരെ ഭംഗിയായിട്ട്. ഇതിൻ്റെയും വലിയൊരു സൈസും കൂടെ ഉണ്ട് നമ്മുടെ അടുത്ത്. ആണല്ലേ? 1.3 മീറ്റർ. 1.3 മീറ്റർ നീളം, 70 സെൻറ്റിമീറ്റർ വിടുത്തും. ഓക്കെ. അങ്ങനെയുള്ള ഇത് 1 മീറ്ററാണ്. ഇതിനൊക്കെ കുറച്ചുകൂടെ വലുതുണ്ട്. ഓക്കെ. ഇത് വളരെ ഇതെല്ലാം കൈ കൊണ്ട് തന്നെ കൈ കൊണ്ട് കുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും മെഷീനിൽ ചെയ്യാൻ പറ്റില്ല. ഫ്ലാറ്റായിട്ട് വരുന്നതൊക്കെ മെഷീനിലൊക്കെ കുത്താൻ പറ്റുള്ളൂ. ഈ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോകുന്നതൊക്കെ അവർക്ക് കൈകൊണ്ട് തന്നെ കുത്തിയെടുക്കുന്നത്. ഇതൊക്കെ ഒരു 30 days എടുക്കും ഒരു പീസ് ഫുള്ള് ഫിനിഷായി എടുക്കാൻ. അല്ല, അതേപോലെ തന്നെ ഒരുപാട് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള പുതിയ വീടുകൾ ഞാൻ നോക്കിയിട്ട് പ്രധാനമായിട്ടുണ്ടല്ലോ, വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പുതിയ ആൾക്കാർ ഒരുപാട് അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റും. ഇത് കൂടി ഒരു തിരുഹൃദയത്തിൻ്റെയോ കുടുംബത്തിൻ്റെതോ എന്ത് വേണേലും നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വെക്കാം. ഇതെല്ലാം ടീക്വുഡിൽ അല്ലേ? എല്ലാം ടീക്വുഡിൽ കുത്തിയിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ളതാണ്. ഒരു തമ്പുരാൻ കർത്താവ് ബെനഡിക്ടൻ ഗ്രോസിന്റെ ഒരു മോഡൽ. ബെനഡിക്ടൻ ഗ്രോസ് ആണ് അത്. കണ്ട് ഇതെല്ലാം നന്നായിട്ട് എഴുതി നല്ല ഭയങ്കര വൃത്തി, എന്താണ്, വളരെ ഭംഗിയായിട്ടുള്ളതാണ് കേട്ടോ. ആൾക്കാർക്ക് എങ്ങനെ വെള്ളം മേടിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു കുരിശിൻ്റെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് പ്രയർ റൂമൊക്കെ നമ്മളൊരു സാമ്പിൾ കൊടുത്തതേ ഉള്ളൂ കുരിശായിട്ട്. അത് ഇപ്പം കസ്റ്റമേഴ്സിന് അത് അവിടെ ഇതാണ് വേണ്ടതെങ്കിൽ എങ്ങനെ വെള്ളം ചെയ്ത് കൊടുക്കും, നമുക്ക് ചെയ്തു കൊടുക്കും. ഇതെന്താണ്? പിന്നെ ആടുന്ന കസേര. അതെ, ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു വളരെ ആടുന്ന കസേരയാണ്. ഇരുന്നേ ആടുവോ നോക്കട്ടെ. റോക്കിംഗ് ചെയറാണ്. ഇതിൻ്റെ കളർ വെറൈറ്റികളുണ്ട്. നമുക്ക് കുറേ കളർ വെറൈറ്റി ഉണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് വളരെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ നല്ല ഒരു ഇതാണ്. പിന്നെ ഇതെല്ലാം സോളിഡ് വുഡാണ്. പിന്നെ ഓഫീസ് ചെയർ, ഇതിൻ്റെ ഒത്തിരി വെറൈറ്റി ഉണ്ട് നമ്മുടെ അടുത്ത്. കുറേ ഡിസൈൻ ഉണ്ട്. ഇത് പിന്നെ നമുക്ക് ഇത് ഹൈറ്റ് കൂട്ടുകയും അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളാണ് അല്ലേ ഓഫീസിലേക്കൊക്കെ. ഹൈറ്റ് കൂട്ടാം. പിന്നെ കറങ്ങാം, ബാക്കിലോട്ട് ചെരിയോ? അതെ അതെ അതെ. ഇത് ടിൽറ്റിംഗ് ഉണ്ട്. ആണല്ലേ? ഇത് നമ്മുടെ ഒരു പ്രയർ യൂണിറ്റ്, റെഡിമെയ്ഡ് പ്രയർ യൂണിറ്റ് നമ്മുടെ അടുത്തുണ്ട്. 2-3 മോഡൽസ് ഉണ്ട്. ഇതെന്തേലും കുത്തിയേക്കുന്നത്? അത് ഫോസിലാണ്. ഫോസിലാൽ അത് ജീസസിന്റെ പിക്ചർ ഇത് ചെയ്തിരിക്കുക. കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഫോസിൽ എടുത്തിട്ട് ഫോസിലായി ചെയ്തിരിക്കുന്നു. രാജകീയമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിള്. അതെ,
ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുള്ള് കാർവിങ്സ് ഉള്ള ഒരു ഡൈനിങ് ടേബിളാണ്. ഇതൊരു 8 സീറ്റർ ആണിത്. സോളിഡ് ടീക്ക് വുഡാണ്. ഓക്കെ. ഗ്ലാസ് ടോപ്പോട് ഗ്ലാസ് ടോപ്പ് നല്ല കനമുള്ള ഗ്ലാസ്, നല്ല സോളിഡ് ഗ്ലാസ് ആണ്. അതേപോലെ തന്നെ ഇതും തടി തന്നെയാണല്ലേ? ചെയറുകളും മുഴുവൻ തടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മെറ്റീരിയലൊക്കെ കളറ് വേണമെങ്കിൽ കസ്റ്റമർക്ക് അവരുടെ ഒരു തീം അനുസരിച്ച് സെലക്ട്. വേറൊരു വെറൈറ്റി പീസാണ് ഇതൊരു വെറൈറ്റിയാണ്. അതായത് ഇതൊരു ജോയിൻ്റ് ഇല്ല, ഒറ്റ പീസാണിത്. ഒരു സിംഗിൾ വുഡാണ്. ഇത് മഹാഗണിയാണ്. അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു 100 മരമൊക്കെ അറക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും അവർക്ക് ഇത്രയും വലിയൊരു പീസൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് ആ നാച്ചുറൽ ഫിനിഷിൽ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സംതിങ് വെറൈറ്റി ആയിട്ട് അങ്ങനെ അതിന് വേണേൽ ബെഞ്ച് ഇടേണ്ടിയവർക്ക് ബെഞ്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ചെയർ. ഇതൊരു ഔട്ട്ഡോർ ആണോ അതോ? അല്ല, ഇത് ഇൻഡോറിനും ഒക്കെ ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കുന്ന യൂറോപ്യൻസ് അല്ലെ ഓസ്ട്രേലിയൻസിനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു മോഡലാണ്. പിന്നെ ഇതെന്താണ്? ഇത് ഇതൊരു സോളിഡ് ഇതാണ്, മാർബിളാണ് ഇത്. ഓക്കെ. അപ്പോൾ ഇവിടെ അത്രയും സോളിഡ് 40 mm തിക്നെസ് ഉണ്ട്. ഈ സോളിഡ് മാർബിളാണ്. സാധാരണ ഇവിടെ നമുക്കൊക്കെ കിട്ടുന്നത് കൂടുതലും സെറാമിക്കിലുള്ള ഐറ്റംസ് ആണല്ലോ. അപ്പോൾ ഇത് സോളിഡ് മാർബിളാണ്. പിന്നെ ഇത് കൂടുതലും നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഉണ്ട്, പിന്നെ മിഡിൽ ഈസ്റ്റിനുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അല്ല, ഇത് മലയാളികളുടെ വീട്ടിലിട്ടാലും മലയാളികളുടെ വീട്ടിലിട്ടാലും ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കൂടുതലും നോർത്ത് ഇന്ത്യൻസും. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഇടണമെങ്കിൽ ഇതിനു വേണ്ടി തന്നെയായിട്ട് സെപ്പറേറ്റ് ഡൈനിങ് റൂം വേണം. അല്ലാതെ നമ്മൾ ഓപ്പൺ ആയിട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കിട്ടില്ല. ഒരു നല്ലൊരു അങ്ങനത്തെ ഒരു ഏരിയയിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതിന് വെറും $5350 അല്ലേ? ഫുൾ സെറ്റ് ഇതാണ് നമുക്ക് ലേസി സൂസൻ. അപ്പം ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് റിമൂവ് ചെയ്യാവുന്ന ഇതിലാണ്. ബെയറിങ് ഇതിൻ്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് ഒക്കെ എടുക്കാൻ നമുക്ക് എല്ലാം മാറ്റി വെച്ചിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ വുഡൻ സോഫാസാണ്. വുഡൻ സോഫാസിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ട്. കാർവിങ്സിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് നമ്മളടുത്ത്. പിന്നെ നിങ്ങൾക്ക് ചെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ചെയർ മേടിച്ചിടാം. ഇത് ചെയർ തന്നെയായിട്ട് കിട്ടും. ചെയർ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്താണ് രാജാക്കന്മാരിരിക്കുന്ന? അതെ, ഒന്ന് ഇരുന്ന് കാണട്ടെ. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു 7 പീസ് സെറ്റായിട്ടാണ് വരുന്നത്. അപ്പം ഒരു 3 സീറ്റർ ഉണ്ട്. ഇതേ സ്ട്രക്ചറാണ് ഇതെല്ലാം വരുന്നത്. 3 സീറ്റർ, 2 സീറ്റർ, 2 സിംഗിൾ സീറ്റർ, ഒരു കോഫി ടേബിൾ, 2 സൈഡ് ടേബിൾ, എന്നിട്ട് 7 മാച്ചിങ് പില്ലോസ്. അത് ഫുൾ സെറ്റിനാണ് നമ്മൾ ആ പ്രൈസ് പറയുന്നല്ലേ? അതെ. ഇതെല്ലാം പ്യൂർ ലെതർ തന്നെയാ? ഇതൊക്കെ പ്യൂർ ലെതറാണ്. പ്യൂർ ലെതർ. ഓക്കെ. പിന്നെ ഇത് ഫാബ്രിക്കിലുണ്ട്. ഇത് ഫാബ്രിക്കാണ്. അപ്പം ഇതും ഇതേ കോമ്പിനേഷനിലാണ് വരിക. ഒരു 3 സീറ്റർ, ഒരു 2 സീറ്റർ, 2 സിംഗിൾ സീറ്റർ, കോഫി ടേബിൾ, 2 സൈഡ് ടേബിൾ, പില്ലോസ് എല്ലാം കൂടി ആയിട്ട് അങ്ങനെയായിട്ട് വരുന്നല്ലേ? ഇതെല്ലാം അങ്ങനത്തെ തന്നെയാണ്? ഇതെല്ലാം കാറ്റഗറി വരുന്ന ഒരു ടൈപ്പ്. പിന്നെ അതൊക്കെ ആ ഗോൾഡൻ കളറിനൊക്കെ വാറണ്ടി ഉണ്ട് നമുക്ക്. ആണല്ലേ? നമ്മൾ 2 വർഷത്തെ വാറണ്ടി തന്നെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തടിയെ പണിത് തന്നെയാണ്. തടിയാൽ അതുകൊണ്ടാണ് അത് ഇച്ചിരി കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആകുന്നത്. തടിയാൽ ഈ പെയിൻറ്റ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അതൊരു പ്രോസസ്സിങ് തന്നെ അവർ ഹീറ്റ് ചെയ്തിട്ടൊക്കെ ഒരു ഇതിലാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്ന? അതെ, ഇങ്ങനത്തെ വർക്കുകളുള്ളത് ഇന്തോനേഷ്യ. പിന്നെ ഫ്രണ്ട് ഡോറുകൾ നമ്മൾ എൻട്രി ഡോർസ് ചെയ്യുന്നുണ്ട്. കട്ടളയോടുകൂടി വേണേൽ ചെയ്ത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിൾ വേറെ ഇതിൻ്റെ ഓവൽ ഷേപ്പിലുള്ളത്. പിന്നെ നമുക്ക് ചൈനയിൽ നിന്നുള്ള അതൊക്കെ ഒരു ബഡ്ജറ്റ് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഫുൾ സെറ്റിന് 1700 റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെ അല്ലേ? പിന്നെ ഇത് സോഫ, നമുക്ക് ഇത് നോർമൽ സോഫ തന്നെയല്ല? ഇതൊക്കെ ഒരു വുഡൻ പാനലിങ് കൊടുത്തിട്ട് ഒരു വെറൈറ്റി ഇതിൽ കളറിൻ്റെ ഒക്കെ കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഇതും ഇതൊക്കെ പ്യൂർ ലെതറാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മളെല്ലാ ഇതിലും ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഇതിലാണ്. ഇപ്പം പ്യൂർ ലെതർ ആകുമ്പോൾ കുറച്ചുകൂടെ അഫോർഡബിൾ പ്രൈസ് ആയിരിക്കും. ലെതറിലേക്ക് പോകുമ്പോഴത്തേന് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആകും. പക്ഷെ നമ്മൾ ലെതറും പ്യൂർ ലെതറും എല്ലാം നമ്മൾ കസ്റ്റമറുടെ ഒരു ഇതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ലെതറാണ്. ഇതിന് 2 ഇലക്ട്രിക് റിക്ലൈനേഴ്സ് ഉണ്ട്. എല്ലാം ഇലക്ട്രിക് റിക്ലൈനേഴ്സ് ഉള്ള സോഫകളാണ്.
പിന്നെ നമുക്ക് ദിവാൻ സോഫയുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ട്. ആണല്ലേ? ദിവാൻ സോഫയുടെ കുറേ വെറൈറ്റി മോഡൽസും ഉണ്ട്, കളറും ഉണ്ട് നമുക്ക്. ഓക്കെ. ഒരുപാട് കുത്തുപണിയുള്ള ഇഷ്ടം ഉണ്ടാവില്ല, സിമ്പിളായിട്ടുള്ള ഉണ്ടാവും. സിമ്പിളായിട്ടുള്ളത് അങ്ങനത്തെ ഇത് വേണേലും. പിന്നെ മിററുകളുടെയും വോൾ ഡെക്കറിൻ്റെ അങ്ങനത്തെ കുറേ എലഫൻറ്റിൻ്റെ ഹെഡ്, അതൊക്കെ സോളിഡ്. ഇത് നമ്മുടെ നാട്ടിലത്തെ ഈട്ടിയിൽ റോസ് വുഡിൽ ചെയ്യുന്ന സാധനങ്ങളാണ്. അതെല്ലാം റോസ് വുഡിലുള്ളല്ലേ? മിററ്, പിന്നെ ഈ അക്രോബാറ്റ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ്, മാനിൻ്റെ ഹെഡ്, ഇതൊക്കെ കൈകൊണ്ട് തന്നെ കാർവ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഓക്കെ ഓക്കെ. ഇത് പിന്നെ നമ്മുടെ സാധാരണ പിന്നെ ഈ സോഫയൊക്കെ നമ്മളൊരു ഫുൾ ഇലക്ട്രിക് റിക്ലൈനേഴ്സാണ്. അതിൻ്റെ ഇതും എല്ലാം കൊടുത്തിരിക്കുന്ന എല്ലാം ഒരു പ്രീമിയം ഇതിലാണ്. ഓക്കെ. പിന്നെ മെറ്റീരിയലൊക്കെ ആണെങ്കിലും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതിനെല്ലാം. മോട്ടറിന് വാറണ്ടി ഉണ്ട്, സ്ട്രക്ചറിന് 10 years വാറണ്ടി ഉണ്ട്, മെറ്റീരിയലിന് നമ്മൾ 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ആൾക്കാർക്ക് അവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. നമ്മൾ എന്തായാലും നമ്മൾ റിപ്ലേസ് ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. അതിൻ്റെ ഒരു ഫുൾ സെറ്റിന് നമ്മൾ 2999 ഫുൾ സെറ്റ്. 3 seater, 2 seater, ഒരു സിംഗിൾ സീറ്റർ. 3 seater, 1 seater, 1 seater അങ്ങനെയല്ല വരുന്നത്? സാധാരണ വരുന്നത് ഇങ്ങനെയാണ്, ഒരു കോമ്പിനേഷൻ വരുന്നത് 5 റിക്ലൈനർ. ഒറിജിനൽ ലെതർ ആണോ അതോ? ഇതൊക്കെ ലെതറാണ്. ആണല്ലേ? ഇത് PU ലെതറാണ്. പക്ഷേ ഇതൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് ഭയങ്കര സോഫ്റ്റ്. നമ്മൾ പല ഇതിൽ ചെയ്യുന്നുണ്ട്, ഹാർഡ്, മീഡിയം, സോഫ്റ്റ്. അപ്പം കുറേ കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നത് ഈ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള കുഷ്യൻസ് ആയിരിക്കും. നമുക്ക് ഇവിടെ കിട്ടാത്ത നമ്മുടെ തന്നെ ഒരു കസ്റ്റം ഡിസൈനാണ്. അതിന് വുഡൻ പാനലിങ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഒരു നല്ലൊരു, പിന്നെ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കുറേ നമ്മുടെ മലയാളീസ് തന്നെ ഒത്തിരി പേര് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവർക്ക് വീട് പണിയുമ്പോൾ ഒരു ഏരിയ ചിലപ്പം 4 മീറ്റർ ഉണ്ടാവും, ഒരു ഏരിയ 3 മീറ്റർ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇവിടെ നിന്നും തപ്പിയിട്ട് ഒരിടത്ത് ആ സൈസിലുള്ള കിട്ടാതെ വരുമ്പോൾ നമ്മൾ അഡീഷണലായിട്ട് ഇത് കസ്റ്റമൈസ് ചെയ്ത് ആ സൈസിന് പണിത് കൊടുക്കുന്നതാണ്. പ്രൈസ് ആണെങ്കിലും നമുക്ക് ആ ഒരു അഫോർഡബിൾ, ഒരു കുറച്ചുകൂടെ ബെറ്റർ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അതെ. ഇതൊരു അധികം ഒരു നല്ലൊരു മോഡലാണ് ആ സോഫ സെറ്റ്. ഇതിൻ്റെ എല്ലാം പല കളറുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ 2 കളർ അവൈലബിൾ ആണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ക്രീം ലൈറ്റായിട്ടുള്ള കളറും ഉണ്ട്, ഈ ഒരു ആഷ് കളർ വരുന്ന ആ ഒരു കളറിലുള്ളതുണ്ട് അല്ലേ? പിന്നെ ഇതൊക്കെ ആണെങ്കിലും ഇതെല്ലാം റിവോൾവിംഗ് ആണ്. ഈ സിംഗിൾ സീറ്റർ റിവോൾവിംഗ്. പിന്നെ ഇത് ഒരു സിംഗിൾ സീറ്റർ, നല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. റിവോൾവിംഗ് ആണ്. ഇതിനൊരു മാനുവൽ റിക്ലൈനർ ഉണ്ട്. പിന്നെ ഈ സോഫ ഇത് അതേപോലെ തന്നെ അതിൻ്റെ വർക്ക് ഒരു നല്ലൊരു ഡിസൈനാണത്. പിന്നെ ഈ ടേബിള് ഇത് എപ്പോക്സിയാണ്. ഇതുണ്ട്, വുഡും എപ്പോക്സിയും കൂടെയാണ്. അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതാണ്. ഇത് ടീക്ക് വുഡും എപ്പോക്സിയും കൂടെ ഇതാക്കിയിരിക്കുക കോഫി ടേബിള്. കുറേ എപ്പോക്സി ക്ലോക്കുകളാണ്. ഈ ക്ലോക്കുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോൺ ഉണ്ട്, പിന്നെ കുറേ ചെടികളുണ്ട്, ഭയങ്കര ഡീറ്റെയിലിങ്ങാണ് ഇതിനകത്തൊക്കെ. പിന്നെ മേളത്തെ ബ്ലാക്കൊക്കെ ആണെങ്കിൽ ഫുള്ള് മാർബിൾസ് ഇട്ടിട്ട് അത് വെച്ചിട്ടാണ് എപ്പോക്സി അടിച്ചേക്കുന്നത്. അപ്പോൾ അതേപോലെ ഭയങ്കര ഒത്തിരി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്ലോക്കുകളാണ്. ഇപ്പം ഉള്ളിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും പഴയ വുഡും പിന്നെ അതുപോലെ എപ്പോക്സി ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ഇതാണ്. അതേപോലെ പല ഡിസൈൻസിലുള്ള അതൊരു ആർട്ട് പീസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോ പീസാണ്. ക്ലോക്കാണ്, പക്ഷേ ഒരു ബോട്ടിൻ്റെ ഒരു യാറ്റിൻ്റെ ഷേപ്പിലുള്ളത്. പല നമ്മുടെ പഴയ കുക്കു ക്ലോക്കിൻ്റെ ഒക്കെ ഒരു റിപ്ലിക്കയായി സംഭവം.
ക്ലോക്കുകൾ. പിന്നെ ഈ മിററാണേലും ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. നമ്മളൊരു ഹോൾവേയില് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. കാരണം ഭയങ്കര ക്യാറ്റിയാണ്. പിന്നെ റയർ പീസാണ്, നമ്മളങ്ങനെ അധികം കിട്ടത്തില്ല. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്. വളരെ അധികം സാധനങ്ങൾ ഇവിടെയുണ്ട്. ഏത് ഗണത്തിലോട്ട് പെട്ട ആൾക്കാർക്ക് വേണമെങ്കിലും വന്നാൽ മേടിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ പലവട്ടമായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്, പുതിയ വീട് പണിത ആൾക്കാർ അല്ല അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇവിടെ ഒന്ന് വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി മേടിക്കാം. ഹാർവി നോർമലിലോ അതേപോലത്തെ ഏത് ഫർണിച്ചർ കടകളിൽ വേണമെങ്കിലും പോയി മേടിക്കാം. പക്ഷേ ഇവിടെ ഒന്ന് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കുക. ഇവിടെ പല വെറൈറ്റി ഉണ്ട്, പല സൈസുള്ളതുണ്ട്. ഇന്ത്യ എന്നുള്ളതുണ്ട്, ഇന്തോനേഷ്യ എന്നുള്ളതുണ്ട്, ചൈന എന്നുള്ളതുണ്ട്. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് കാണുക, ഇഷ്ടപ്പെടുക, താല്പര്യമുണ്ടെങ്കിൽ മേടിക്കുക. അതേപോലെ ഡെക്കറേഷനായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, പിന്നെ ബൾബുകൾ ഡെക്കറേറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ അങ്ങനത്തെ സാധനങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. ക്ലോക്കുകൾ പ്രത്യേകിച്ച് കണ്ടാണ് ക്ലോക്ക്. പിന്നെ ഇവിടെ നല്ലൊരു കാളക്കൊട്ടനിരിപ്പുണ്ട്. ഒരെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ അടിപൊളി സെറ്റപ്പാണ് കാണാനായിട്ട്. നമ്മുടെ വീടിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു അപ്പിയറൻസ് തന്നെ മാറും. അതുപോലെ ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ചെയറാണല്ലോ, അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നല്ലൊരു ഡിസൈനായിട്ടുള്ളൊരു ചെയറാണ്. അത് വീട്ടിൽ കൊണ്ടുപോയി എന്താ പറയുക നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ഇടുവാണെങ്കിൽ നല്ലൊരു ഗെറ്റപ്പായിരിക്കും. നമ്മുടെ മലയാളി നടത്തുന്നതാണ്, കണ്ണൂരുകാരനാണ്. രണ്ടുപേരും കണ്ണൂരാണോ? ആണല്ലേ, ഓക്കെ. അപ്പം എന്തൊക്കെയാണ് പറയാനുള്ളത് നമ്മുടെ ആൾക്കാരോട്? നിങ്ങൾ ജിൽസ് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് വന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന കുറേ മലയാളികൾ വന്ന് കഴിയുമ്പോഴാണ് പറയുന്നത്, അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, 2 മാസം മുമ്പാണ് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി, അറിഞ്ഞില്ലല്ലോ, അപ്പം നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനത്തെ സാധനം ഉണ്ടെന്ന് അറിഞ്ഞില്ല എന്നത്. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ റിക്വസ്റ്റ് നിങ്ങൾ വന്നെന്ന് കണ്ടിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതെല്ലാം സോളിഡ് വുഡിലുള്ളതാണ്. ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളല്ല. ലെതർ ആണെങ്കിൽ പ്യൂർ ലെതറിലുള്ളതുണ്ട്, അതുപോലെ തന്നെ പ്യൂർ ലെതറിലുള്ളതുകൊണ്ട് എല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയണം. അല്ലാതെ നമ്മൾ ഇത് ലെതറാന്ന് പറഞ്ഞിട്ട് പ്യൂർ ലെതർ കൊടുക്കുകയും അത് ശരിയല്ല. ജെന്യുവിനായിട്ട് നമ്മൾ ഉള്ള കാര്യം ഉള്ളവരെ പറയുന്നത്. നല്ലൊരു ദൈവവിശ്വാസം കേട്ടോ രണ്ടുപേരും. അങ്ങനെ അതുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ ആദ്യം കാണുമ്പോൾ ഇത്തിരി വില കൂടുതലാണെന്ന് തോന്നും. പക്ഷേ ആ സാധനം ഒരിക്കലും മേടിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളൂ. നല്ല സോളിഡ് വുഡാണ്. ഇതിൻ്റെ വുഡുകളൊക്കെ ഇപ്പോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലതും നമുക്ക് കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനം വുഡല്ല, ഇവിടെ ലാമിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർത്തും വർത്തായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഉഷസ്സാണ് കൂടെ ഉള്ളത്. ഉഷസ്സിനും എന്താ പറയാനുള്ളത് പറഞ്ഞു? തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുക. കാരണം ഒരുപാട് റെയർ പീസുകൾ നമ്മൾ ബാക്കി ഇപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കുവാണെങ്കിലും അവിടെയൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരുപാട് നല്ല നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആകത്തില്ല വന്നു കഴിഞ്ഞാൽ. പിന്നെ നമുക്കിപ്പോൾ ഒരു ഫ്ലാറ്റ് റേറ്റ് ഒത്തിരി ഓഫേഴ്സ് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഒക്കെ ലൈക്ക് ചെയ്യുക, വാച്ച് ചെയ്യുക. പിന്നെ അതുപോലെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഒത്തിരി ഓഫേഴ്സും ഡീൽസും ഒക്കെ നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം പിന്നെ ഒന്ന് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ട്രിനിറ്റി ഫർണിച്ചർ എന്നാണ്, മെൽബണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഡെലിവറി ചെയ്യുമോ? ഓൾ ഓവർ വിക്ടോറിയ ആണോ? നമ്മൾ ഓസ്ട്രേലിയയുടെ പെർത്തിലേക്ക് മാത്രമേ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ അഡലേഡ്, കാൻബറ, സിഡ്നി, ബ്രിസ്ബെയിൻ വരെയൊക്കെ നമുക്ക് ഡെലിവറി. പിന്നെ ഇത് വലിയ പീസുകളാണ്. ഇത് നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ അടിച്ചു കൂട്ടാവുന്ന സാധനങ്ങളുള്ളൂ. അതേപോലെയുള്ള സെറ്റപ്പിലാണ്. നമുക്ക് തന്നെ ട്രക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ട്രക്കിന് തന്നെ വിക്ടോറിയയും മറ്റെടുത്ത് പോകാനൊക്കെ ആയിട്ടല്ലേ, കാൻബറയും അഡലേഡും ഒക്കെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എന്ത് ഫർണിച്ചർ കൂടി ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതേപോലെ നല്ല ഗെറ്റപ്പുള്ള, നല്ല ആഠ്യമുള്ള, ഐശ്വര്യമുള്ളൊരു വീടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു സത്യം വന്നെങ്കിൽ തന്നെ നമുക്ക് തന്നെ നമ്മുടെ ഈ സ്പിരിറ്റ് ഒന്ന് അപ്ലിഫ്റ്റ് ആവും അല്ലേ. നമ്മളും രാജാക്കന്മാരെ പോലെയാന്ന് തോന്നുന്നു അല്ലേ. അതല്ല, നമ്മുടെ നാട്ടിലെ ഒരുപാട് ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ രീതിയിലുള്ള ഫർണിച്ചറുകളുണ്ട്, നല്ല ക്വാളിറ്റികളാണ്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു ജിൽസ്.